എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ചെമ്പനീർ പൂവ് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സച്ചിയും രേവതിയും മുത്തശ്ശിയുടെ വീട്ടിലങ്ങ് അടിച്ചു പൊളിക്കുന്ന സമയത്ത് ഇപ്പറെ ശ്രുതിയുടെ ആ ഒരു കടയും കാര്യങ്ങളും ഒക്കെ ഉദ്ഘാടനം ചെയ്യുകയാണ് ചന്ദ്രയ്ക്കാണെങ്കിൽ തനിക്ക് സ്വർഗം കിട്ടിയ ഒരു സന്തോഷത്തിൽ തന്നെയാണ്. എത്ര വന്നാലും തൻ്റെ രേവതിയാണെങ്കിലോ വലിയ കാര്യമായിട്ടൊന്നും ഗൗനിക്കുന്നില്ലല്ലോ. പക്ഷെ ശ്രുതിയാണെങ്കിൽ എൻ്റെ അമ്മായിയമ്മ, അത് ഭാവി അമ്മായിയമ്മയാണെങ്കിൽ കൂടിയും ഞാൻ ഇനി അമ്മയെ അമ്മയെന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറയുമ്പം ചന്ദ്രയാണെങ്കിലും അതിൻ്റെ ആ ഒരു സന്തോഷത്തിലും ഹാങ് ഓവറിലും ഒക്കെ അവിടെ നിൽക്കുകയാണ്. പോരാത്തതിന് അവൾ തുടങ്ങുന്ന ബ്യൂട്ടി പാർലർ അത് ഭാവി അമ്മായിയമ്മയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം കൂടെ ചെയ്യിപ്പിക്കുമ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ ചന്ദ്രമതി ആണെങ്കിൽ കട വളരെ ഗംഭീരമായിട്ട് ഉദ്ഘാടിച്ചു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കിനും അമ്മ ഇവിടെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട്. അമ്മയെ ഞാൻ ഈ ഒരു ഗെറ്റപ്പൊക്കെ മാറ്റി അമ്മയ്ക്ക് ഒരു 10 വയസ്സ് കുറയ്ക്കുന്ന രീതിയിൽ ചെയ്തു തരാമെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചന്ദ്രയെ പിടിച്ച് ആ ഒരു ചെയറിൽ ഇരുത്തി ചന്ദ്രമതി മൊത്തത്തിലൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ചന്ദ്ര ശരിക്കും നമ്മുടെ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ഒരു 10 വയസ്സ് കുറഞ്ഞ് എനിക്ക് പേഴ്സണലി തോന്നിയത് മായാമോഹിനി സെറ്റപ്പിൽ തന്നെയാട്ടോ. അങ്ങനെ ആ ഒരു സെറ്റപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ രവിയാണെങ്കിലോ എൻ്റെ ചന്ദ്രേ നീ അടിമുടി മാറിപ്പോയല്ലോ, ഇതെന്ത് കോലമാണ്. എന്തായാലും നമ്മുടെ ശ്രുതിയാണെങ്കിൽ അമ്മയെ കണ്ടിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേതേ അമ്മയുടെ ഈ ഒരു ലുക്ക് സൂപ്പറായിട്ടുണ്ട് ശ്രുതി, നിന്റെ വർക്ക് ഗംഭീരം തന്നെയാണ്. എന്തായാലും എൻ്റെ അമ്മയുടെ ഫേസിൽ തന്നെ നീ ആദ്യം ഉദ്ഘാടിച്ചല്ലോ, അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതിയെ അങ്ങ് വാനോളം പുകഴ്ത്തി നിർത്തിയിരിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ രവി ആണെങ്കിൽ ഫോട്ടോ എടുത്ത് സച്ചിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം സച്ചിയാണെങ്കിൽ അവിടെ പറമ്പിൽ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മുടെ മുത്തശ്ശിയും ഉണ്ട്, പാറുവമ്മയും ഉണ്ട്, അതുപോലെ രേവതിയും ഉണ്ട്. അപ്പം ഇവരെല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് സച്ചിയുടെ ഫോണിലേക്ക് ഈ ഒരു ഫോട്ടോ വരുന്നത്. ചേടാ, ഇത് നമ്മുടെ ചന്ദ്രാലയത്തിലെ ചന്ദ്രമതിയല്ലേ. സച്ചിയാണെങ്കിൽ അമ്മയെ കളിയാക്കാനായിട്ട് കിട്ടുന്ന ഒരവസരം അവൻ പാഴാക്കില്ലല്ലോ. അങ്ങനെ സച്ചി ഭയങ്കര സന്തോഷത്തിലായിട്ടോ. ഇതെന്തായാലും കൊള്ളാം, ഗംഭീരമായിട്ടുള്ള ഒരു കോലം തന്നെ. എന്തായാലും രേവതി ഒന്ന് പറ്റിക്കാം, അവളെ ഈ ഫോട്ടോയിൽ നിന്ന് കാണിച്ച് നോക്കാമെന്നും പറഞ്ഞു സച്ചി നേരെ പോയി രേവതിയെ ഫോട്ടോ കാണിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ രേവതി ഇങ്ങനെ ആദ്യമൊക്കെ ഇങ്ങനെ നോക്കിയിട്ടോ, ഈശ്വര ഇത് ആരെ എവിടെയോ നല്ല പരിചയമുണ്ടല്ലോ, പക്ഷെ അങ്ങോട്ട് പിടികിട്ടുന്നില്ല. പിന്നെ പുള്ളിക്കാരി ആലോചിച്ച് അല്ല ഇത് അമ്മയല്ലേ എന്ന് ചോദിക്കുകയാണ്. അമ്മ തന്നെയാണ്, ഇത് നമ്മുടെ ചന്ദ്രമതി ആണെന്ന് പറയുമ്പം മുത്തശ്ശിയും പാറുമ്മയും ചോദിക്കുന്നുണ്ട്, എടാ എന്താണ് എൻ്റെ മരുമോൾക്ക് എന്ത് പറ്റി? എൻ്റെ മുത്തശ്ശി ഇതേ ഇങ്ങോട്ടൊന്ന് നോക്കെന്നും പറഞ്ഞ് മുത്തശ്ശിയെ ഫോട്ടോ കാണിക്കുകയാണ്. മുത്തശ്ശി മൊത്തത്തിലൊന്ന് ഞെട്ടി. അപ്പം കുട്ടി മാമ ഞാൻ ഞെട്ടി മാമ എന്ന് പറയുന്നത് പോലെ പാറക്കുട്ടി അമ്മയും ഞെട്ടി കേട്ടോ. ഇത് ചേച്ചിയുടെ മരുമോള് തന്നെയാണോ? എൻ്റെ ദൈവമേ, ഇതെന്തൊരു കോലമാണ്, മൊത്തത്തിൽ മാറിപ്പോയല്ലോ. ഇതേ ഭാവി മരുമോള് ബ്യൂട്ടീഷ്യനാണ്, അതിൻ്റെതായിട്ടുള്ള ആ ഒരു ആർഭാടമൊക്കെയാണ് ചന്ദ്രമതി കാണിക്കുന്നത് എന്നും പറഞ്ഞ് സച്ചി കളിയാക്കുകയാണ്. ഉടനെ തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ അച്ഛനെ വിളിച്ച് കാര്യങ്ങൾ തിരക്കുമ്പോൾ, എൻ്റെ മോനെ ചന്ദ്രമതിയുടെ എന്തൊക്കെ വേർഷൻസ് ആണ് കാണേണ്ടത്, ഇത് ചന്ദ്രമതി 2.0 ആണ് എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെക്കുറിച്ച് ഇങ്ങനെ കളിയാക്കുകയാണ്. അപ്പോൾ രവി ആണെങ്കിൽ തൻ്റെ മകനോടൊപ്പം കൂടുന്നുണ്ട് കേട്ടോ. പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്നു മോനെ ഒന്നും പറയണ്ട, നിൻ്റെ അമ്മ ഇപ്പോൾ ആകാശത്തു കൂടിയാണ് നടക്കുന്നത്. എന്തായാലും നല്ല സൂപ്പർ മേക്ക് ഓവർ തന്നെയാണ് ശ്രുതി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭാവി മരുമോളായതുകൊണ്ട് തന്നെ ഇനിയിപ്പം ചന്ദ്രയ്ക്ക് അങ്ങ് ഒരുങ്ങി നടക്കാമല്ലോ. അപ്പോൾ ബ്യൂട്ടി പാർലറും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചന്ദ്രമതി ഇനി നടക്കുമെന്നുള്ള രീതിയിലാണ് രവി സംസാരിക്കുന്നത്. അങ്ങനെതാ ആ ഒരു ഗംഭീര സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചിക്കുട്ടനും രേവതിയും കൂടി ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് കൈ കൊടുക്കുകയാണ്. എന്തായാലും അവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ സീൻസൊക്കെ സൂപ്പറാണ് കേട്ടോ. അങ്ങനെതാ ആ ഒരു സീനൊക്കെ കഴിയുമ്പോൾ നമ്മളെ കാണിക്കുന്നത് ശ്രീകാന്തിൻ്റെ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ശ്രീകാന്ത് ആണെങ്കിൽ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഫുഡൊക്കെ, അതും വെറൈറ്റി ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അവരുടെ ഹോട്ടലിലേക്ക് ആദ്യമായിട്ടൊരു ടീം ഇങ്ങനെ വിളിക്കുന്നത് നമ്മുടെ വർഷയുടെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അപ്പം വർഷയാണ് വിളിച്ച് ഫുഡ് അറേഞ്ച് ചെയ്യാനായിട്ട് അവിടുത്തെ മാനേജറുടെ അടുത്ത് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബേസിൽ മാനേജർ ഇതാ റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ചപ്പോഴത്തേക്കിനും ഇവിടെ എന്ത് സംഭവമാണ് വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പം വെറൈറ്റി ഫുഡ് നേടിയാണ് നമ്മുടെ വർഷം നടക്കുന്നത്. അങ്ങനെതാ നമ്മുടെ ശ്രീ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായിട്ടുള്ള ആ ഒരു ഫുഡ് അത് വർഷയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ് ആ ഹോട്ടലിലുള്ളവർ. ഈ സമയത്താണെങ്കിലോ വർഷയാണെങ്കിലോ ഡബ്ബിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വളരെയധികം ബിസിയാണ്.
അതിനിടക്ക് അവളുടെ അച്ഛനെയും അമ്മയും ഒക്കെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അതെ, എന്തൊക്കെ വന്നാലും എന്നെ അന്ന് ഇൻസൾട്ട് ചെയ്ത് അവനെ കണ്ടെത്തി 2 പൊട്ടിക്കണം, അല്ലെങ്കിൽ അവനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം. ഈ കാര്യമൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ വലിയ ഉദ്യോഗസ്ഥനൊക്കെ ആയിട്ട് ഇതൊന്നും നടത്തി തരുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതിയാണ് പുള്ളിക്കാരിക്കുള്ളത്. അങ്ങനെതാ നമ്മുടെ വർഷയുടെ ടേബിളിന് മുന്നിൽ ശ്രീ ഉണ്ടാക്കിയ ഗംഭീരമായിട്ടുള്ള ഫുഡ് എത്തുകയാണ്. ഇത് കഴിച്ച വർഷയാണെങ്കിലും മൊത്തത്തിൽ ഫ്ലാറ്റായി. പുള്ളിക്കാരിയാണെങ്കിലോ ഗംഭീര ടേസ്റ്റ്, താൻ ഇതുവരെ കഴിച്ചതിൽ വെച്ച് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് എന്ന് വിചാരിച്ച് അവളാണെങ്കിലോ ഉടനെ ആ റെസ്റ്റോറൻറ്റിലേക്ക് വിളിക്കുകയാണ്. ഇതുണ്ടാക്കിയ ആളെ ഒന്ന് അഭിനന്ദിക്കണമല്ലോ. അങ്ങനെ അവർ വിളിച്ചു കോണ്ടാക്ട് ചെയ്യുമ്പം ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ പുതിയതായിട്ടൊരു ഷെഫ് വന്നിട്ടുണ്ട്, ശ്രീകാന്ത് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. അപ്പോൾ പുള്ളിക്കാരൻ പ്രിപ്പയർ ചെയ്ത ഫുഡാണ്. എന്തായാലും മാഡത്തിന് താങ്ക്സ് പറയാനുണ്ടെങ്കിൽ ഞങ്ങൾ പുള്ളിക്കാരനെ കണക്ട് ചെയ്ത് തരാമെന്നൊക്കെ പറയുമ്പം ഇവരാണെങ്കിൽ എന്നാൽ ആയിക്കോട്ടെ, അങ്ങേരോട് നേരിട്ട് തന്നെ ഞാൻ പറഞ്ഞേക്കാമെന്നും പറഞ്ഞ് അവൾ വിളിച്ച് തൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പക്ഷേ ഇവർ തമ്മിലൊന്ന് ഏറ്റുമുട്ടിയ കഥകളൊന്നും നമ്മുടെ ശ്രീക്കും അതുപോലെ തന്നെ വർഷയ്ക്കും തമ്മിൽ അറിയില്ലല്ലോ. അങ്ങനെ ആ ഒരു സീനൊക്കെ അവിടെ നടക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ സച്ചിയും രേവതിയും തമ്മിൽ ചന്ദ്രമതിയെ കളിയാക്കി കൊല്ലുന്ന ഒരു ഗംഭീര സീനാണ് നടക്കുന്നത്. കൊടു കൈ എന്നും പറഞ്ഞ് 2 ആളും തമ്മിൽ കൈയൊക്കെ കൊടുത്ത് അങ്ങനെ രസിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശിയാണെങ്കിലോ ഈ കാര്യങ്ങളൊക്കെ കണ്ടങ്ങ് സന്തോഷിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള സൂപ്പർ ഹിറ്റ് പ്രൊമോയാണ് എത്തിയിരിക്കുന്നത്. രാവിലെ എന്തായാലും നമ്മൾ ഒറിജിനൽ വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും താങ്ക്